ഹലോ നമസ്കാരം. സ്ലീപ്പിംഗ് ബിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. സമരേഖ എന്ന നോവലിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക്. അച്ഛൻ്റെ മുഖത്തേക്ക് തുണി വലിച്ച് മുട്ടുമൂടുന്ന ഡോക്ടറുടെ കൈകൾ. കയ്യിലിരുന്ന ചോറ്റുപാത്രവും വാങ്ങിയ മരുന്നും താഴെ വീണു. ചോറ്റുപാത്രം തുറന്ന് കഞ്ഞി തറയിലേക്ക് ചിതറി. അതിൽ നിന്നും കഞ്ഞിവെള്ളം ഒഴുകി പരന്നു. അലമുറയിട്ട് കരയുന്ന അമ്മയെ താങ്ങിപ്പിടിച്ച് തുളസി ഒരേ നിലനിന്നു. അവൾക്ക് കണ്ണുകൾ നിറഞ്ഞതേയില്ല. കരച്ചിൽ വന്നതുമില്ല. ഒരു സ്തംഭനം. എല്ലാം ശൂന്യം. ലോകം തന്നെ ശൂന്യമായിരിക്കുന്നു. ശബ്ദമില്ല, ചലനങ്ങളില്ല, നിറങ്ങളില്ല, ഒന്നുമില്ല. വെറും ശൂന്യത അവൾ കണ്ടു. മുന്നിലെ ബെഡിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു വെള്ളവിരിപ്പ്. അതിനടിയിൽ തൻ്റെ അച്ഛനുണ്ട്. മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന സ്നേഹനിധിയായ അച്ഛൻ. കഴിഞ്ഞ ദിവസം വരെ തടിയിൽ ചവിട്ടിപ്പിടിച്ചിരുന്ന് കൊട്ടുപാടി കാഞ്ഞിമുട്ടി പണം വാങ്ങി വീട്ടിലെത്തിച്ചിരുന്ന അച്ഛൻ. മൂത്ത മകൾ എന്ന നിലയിൽ തന്നോടൊന്നും വാത്സല്യമായിരുന്നു. തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പണിയുമ്പോൾ തന്നെ അടുത്തിരുത്തുമായിരുന്നു. ചെറുപ്പത്തിൽ പണിയുന്ന രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. തന്നെ ഡിഗ്രിക്ക് വിടുമ്പോഴും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അച്ഛന്. ഒടുവിൽ പ്രതീക്ഷ മങ്ങിയപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നില്ല. ജോലി കിട്ടാനൊക്കെ ഒരു യോഗം വേണം. ജോലി കിട്ടില്ലെങ്കിലും 10 ഇംഗ്ലീഷ് അക്ഷരം വായിക്കാൻ പറ്റുമല്ലോ, അച്ഛൻ പറഞ്ഞു. ലോകവിവരം കിട്ടും. നിന്റെ അമ്മയെപ്പോലെ അടുക്കളയാ ഭൂലോകം എന്ന് കരുതി ജീവിക്കരുതരും. ഉവ്വോ, അമ്മ എതിർത്തു. കഞ്ഞിയും കൂട്ടാനും ഉണ്ടാക്കാനും അമ്മാളൂനറിയാം. അതറിയാണ്ട് കുറേ ലോകവിവരം പാത്രത്തിൽ വെച്ച് തന്നാലോ എങ്ങനെ ഉണ്ടാവും? എൻ്റെ അമ്മോ, വേണ്ട, വിവരം വേണ്ട, കഞ്ഞിയും കൂട്ടാനും മതിയേ മതി. അത് പറഞ്ഞ് അച്ഛൻ അന്ന് ഉറക്കെ ചിരിച്ചു. അതെ, അമ്മയ്ക്ക് കഞ്ഞിയും കൂട്ടാനും വയ്ക്കാനേ അറിയൂ. അടുക്കളയ്ക്കപ്പുറത്തൊരു ലോകവുമില്ല. അതുകൊണ്ട് അമ്മ ഉറക്കെ നിലവിളിച്ചു. നെഞ്ചത്ത് ആഞ്ഞലച്ചു. തുളസിയുടെ സ്തംഭനാവസ്ഥ മുന്നിലെ ശൂന്യത കണ്ടിട്ടാണ്. അച്ഛൻ ഇനി ഭൂമിയിൽ ഉണ്ടാവില്ല. വിളിച്ചാൽ വിളി കേൾക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്ന ലോകത്തെങ്ങും അച്ഛനില്ല. വടക്കേത്ത് കുടുംബത്തിന് നാഥനില്ല. താനും അനിയത്തിയും അനിയനും വല്യമ്മച്ചിയും അമ്മയും അടങ്ങുന്ന കുടുംബം നാഥനില്ലാത്ത നടുക്കയത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. തുഴയില്ലാത്ത ഓടം പോലെ. ഇനി അറിയില്ല, ഒന്നും അറിയില്ല. ഡ്യൂട്ടി സിസ്റ്റർ തുളസിക്കരികിലെത്തി. കുട്ടിയുടെ കൂടെ വേറെ ആരുണ്ട്? ആരുമില്ലെന്നവൾ തലയാട്ടി. വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചില്ലേ? വേണ്ടപ്പെട്ടവർ ആരാണിനി വേണ്ടപ്പെട്ടവരായിട്ടുള്ളത്? ബോഡി നീക്കം ചെയ്യണേ. അതിനു മുമ്പ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതി ഡിസ്ചാർജ് വാങ്ങണം. ബോഡി. തുളസിയുടെ ഉള്ളൊന്ന് കിടുങ്ങി. അച്ഛൻ വെറും ബോഡി മാത്രമായിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ! ഒരിക്കലും ഇനി തിരുത്തപ്പെടില്ലാത്ത മാറ്റങ്ങൾ. ആദ്യം വരുന്ന ആൾ ഡോക്ടറുടെ മുറിയിലേക്ക് വരാൻ പറയണം. തുളസി മൗനമാണെന്ന് കണ്ട് സിസ്റ്റർ പോയി. വേണ്ടപ്പെട്ടവരിലൊക്കെ അറിയിക്കാൻ ആരാണ് അറിയിക്കുക? ദീപ, ഷാജി, വല്യമ്മച്ചി. വീട്ടിൽ ശേഷിച്ചത് അവരാണ്. അവരെയാണോ അറിയിക്കേണ്ടത്? അറിയിച്ചാൽ അവർക്ക് എന്തു ചെയ്യാനാവും? ഈ ബോഡി കൊണ്ടുപോകാനാവുമോ? ദാമൂല്യച്ചനുണ്ട്. പക്ഷേ ദിവ്യേച്ചിയുടെ കല്യാണത്തിന് ചെന്നില്ല എന്ന പ്രശ്നത്തിൽ അവർ പിണക്കത്തിലാണ്. അവർ ചെയ്ത ചതിയെക്കുറിച്ച് അവർക്ക് തീരെ ബോധവുമില്ല. ശിവാനന്ദൻ ചേട്ടനുണ്ട്. പണിയില്ലാതെ മെനക്കേടാണ്. 10 പൈസ കയ്യിലില്ലെന്ന് ഇന്നലെ പറയുന്നത് കേട്ടു. അറിയിച്ചാൽ അത് മുമ്പ് പൊട്ടിക്കലാക്കും. പ്രകാശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സരസ്വപ്പച്ച അവനെ കൊണ്ടുപോയതോടെ ആ സഹായമില്ലാതായി. അവനെ എങ്ങനെ അറിയിക്കാനാണ്? അവരുടെ അടുത്തെവിടെയോ ഫോണുള്ള വീടുണ്ട്. പക്ഷെ നമ്പർ അറിയില്ല. സമയം സന്ധ്യയാവുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പോയി പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. അച്ഛൻ്റെ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തിനടുത്ത് അമ്മയെ തനിച്ചാക്കി എങ്ങനെ പോകും? തുളസി അല്പസമയം ആലോചിച്ചു. എന്നിട്ട് ഡ്യൂട്ടി ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നു. ആരാണ് കൂടെ വന്നത്? ഡോക്ടർ വെച്ചു. ആരുമില്ല. പിന്നെ ഡോക്ടർ എഴുതി തന്നാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. തുളസിയുടെ കണ്ണുകൾ ഒന്ന് തുളുമ്പിയപ്പോഴാണ് അച്ഛനായിരുന്നു ഞങ്ങൾക്കെല്ലാം. അച്ഛൻ കിടപ്പിലായതോടെ മനസ്സിലായി ഞങ്ങൾക്കാരുമില്ലെന്ന്. അച്ഛൻ്റെ മരണത്തോടെ തീർച്ചയായി തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഡോക്ടർ ഡിസ്ചാർജ് എഴുതി കൊടുത്തു. തുളസി തിരികെ വരുമ്പോൾ വാർഡിലെ അറ്റൻഡറെ കണ്ടു. ഒരു ആംബുലൻസ് വിളിച്ചു തരാമോ? അവൾ ചോദിച്ചു. കൊച്ചിൻ്റെ കൂടെ വേറെ ആരുമില്ലേ? അനുതാപത്തോടെ അയാൾ ചോദിച്ചു. തുളസി മുഖമൊന്ന് കുനിച്ചു. അയാൾ ഒരു ആംബുലൻസുമായി വന്നു. തുളസി ഡ്രൈവറുടെ അടുത്തെത്തി. 1-ാം കര വരെ പോകണം. എത്ര രൂപയാവും? അയാൾ കണക്കുകൂട്ടി പറഞ്ഞു. 350 രൂപയാവും. തുളസിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. 350 രൂപ. അവൾ തൻ്റെ പേഴ്സ് തുറന്നു. 250 രൂപ കിട്ടിയതിൽ
മരുന്ന് വാങ്ങിയതിൻ്റെ ബാക്കി ഇനി 142 രൂപയുണ്ട്. ഇനിയും വേണം 208 രൂപ കൂടി. ഇനി എന്തു ചെയ്യും? താൻ ആദ്യമായി വേർപ്പൊഴുക്കി പണി ചെയ്തത്, അതിന് കിട്ടിയ തച്ചുകാശ് കൊണ്ട് അച്ഛൻ്റെ ശവശരീരം തിരികെ കൊണ്ടുപോകണം. അത് തികയില്ല താനും. എങ്കിലും തുളസിക്ക് ഒരു തൃപ്തി തോന്നി. കടം വാങ്ങിയതല്ല, ആരുടെ ഔദാര്യമല്ല ഈ പണം. ഇത് തൻ്റെ സ്വന്തം പണമാണ്. പക്ഷെ ബാക്കി അതിനെന്താ വഴി? അറ്റൻഡർ മറ്റൊരാളെ കൂടി കൂട്ടി വാസുവാശാരിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് എടുത്തു വെച്ചു. അവിടെ ഉണ്ടായിരുന്ന ലഗേജും എടുത്ത് അപ്പോഴേക്കും കരയുന്ന അമ്മയും കൂട്ടി തുളസിയും ഒപ്പം കയറി. അസാധാരണമാം വിധം ധൈര്യവതിയായി കഴിഞ്ഞിരിക്കുന്നു തുളസി. ഒരുപാട് പക്വത നേടിയ ഒരു ഭാവം. ഇനി താനേ ഉള്ളൂ എന്ന ധാരണ. വണ്ടി മെല്ലെ നീങ്ങി. നേരം ഇരുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാംകര കവലയിലെത്തിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു. അവള് വണ്ടി നിർത്തി. കവലയിൽ ഒരരികെ ചേർന്ന് വണ്ടി നിന്നു. തുളസി ഇറങ്ങി നേരെ കുമാരൻ്റെ ചായക്കടയിലേക്ക്. സന്ധ്യയിലെ തിരക്ക് തീർന്നിരുന്നില്ല കടയിൽ. പണം വാങ്ങി കണക്ക് നോക്കി ബാലൻസ് എടുക്കാൻ പണപ്പെട്ടിക്കരികിലേക്ക് വന്ന കുമാരൻ കണ്ടു വാതുക്കലെത്തിയ തുളസിയെ. അയാൾ ചോദ്യഭാവത്തിൽ നോക്കി. മുൻപേ തന്നിട്ടുള്ളതുപോലെ സ്റ്റൂൾ ഇനിയും വേണോ? തുളസി ചോദിച്ചു. കടയ്ക്കുള്ളിൽ ഇരിപ്പിടമില്ലാതെ നിൽക്കുകയാണ് ചിലരെന്ന് തുളസി കണ്ടു. പിന്നെ സ്റ്റൂളും ബെഞ്ചും ഡെസ്കും ഒക്കെ വേണം. കണ്ടില്ലേ ആളുകൾ നിൽക്കുന്നത്? ടൗണിലെങ്ങാനും ചെന്ന് പ്ലാസ്റ്റിക് വാങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കുമാരൻ പറഞ്ഞു. അല്ലാണ്ട് ആരാ ഉണ്ടാക്കിത്തരണേ? അയ്യോ വേണ്ട, ഉണ്ടാക്കിത്തരാം, തുളസി പറഞ്ഞു. എന്നുണ്ടാക്കാനാ? 2 സ്റ്റൂള് പണിയാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞു മടുത്തു. എന്നിട്ട് ഒടുവിൽ അയാൾ വീണപ്പോൾ ആ ചെക്കനല്ലേ പണിതത്? അത് ഇനി താമസിക്കത്തില്ല, ഉടൻ തരാം, തുളസി പറഞ്ഞു. ആ കൊച്ചുപണിക്കൻ തന്നെയാണോ ഇനിയും പണിയുന്നത്? ഇത്തിരിയുടെ ഭംഗിയൊക്കെ ചെയ്യാൻ പറ. പണി പഠിക്കല്ലേ, അവനിങ്ങനെ പഠിച്ചാൽ മതിയോ? ഒന്നുമില്ലെങ്കിലും വാസുപണിക്കൻ അനന്തരവൻ കൊച്ചനല്ലേ. ഇനി അങ്ങനെ വരത്തില്ല, ഭംഗിയാക്കി തരാം, തുളസി തുടർന്നു. ഇപ്പോൾ ഒരു 208 രൂപ തന്നാൽ നന്നായിരുന്നു. 208 രൂപയോ? ഇതെന്ത് കണക്ക് എന്ന മട്ടിൽ കുമാരൻ തുളസി നോക്കി. ആംബുലൻസ് ചാർജ് കൊടുക്കാനാണ്. എൻ്റെ കയ്യിൽ തികയില്ലേണ്ട, അവൾ ശബ്ദം താത്തി. ആംബുലൻസോ? അതെന്തിനാ? അച്ഛൻ മരിച്ചു. തുളസിയുടെ സ്വരം കൂടുതൽ താഴ്ന്നു. പുറകോട്ട് നോക്കിക്കൊണ്ട് അവൾ തുറന്നു. വഴിയിൽ ആംബുലൻസിലുണ്ട്. വാസുപ്പണിക്കർ മരിച്ചെന്നോ? കടയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്നടക്കം എഴുന്നേറ്റ് കഴിക്കാനെത്തിയവരും നോക്കി. അവർ മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ കൊച്ചേ, ഇതായിരുന്നോ കാര്യം? എന്നാൽ പിന്നെ ഇങ്ങനെ വിശദീകരിക്കണോ? അതാദ്യം പറയായിരുന്നില്ലേ? കുമാരൻ അനുതാപത്തോടെ ചോദിച്ചു. തുളസിയുടെ കണ്ണ് നിറഞ്ഞു. കൊച്ചു പോയി വണ്ടിയിൽ കയറിക്കോ, ആംബുലൻസിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം. തുളസി നോക്കി. കൊടുത്തോളാം കൊച്ചേ, കണക്കൊക്കെ പിന്നെ പറയാമെന്ന് കുമാരൻ പറഞ്ഞു. തുളസി തിരിച്ചിറങ്ങി വണ്ടിയിൽ കയറി. 1-2 പേരെ അവൾക്കൊപ്പം കയറി. ബാക്കിയുള്ളവർ വണ്ടിക്ക് പിന്നാലെ നടന്നു. ആ കൊച്ചിൻ്റെ ധൈര്യം കണ്ടോ? കാര്യപ്രാപ്തിയുള്ള കൊച്ച, ഒരാൾ പറഞ്ഞു. ആശാരിക്ക് മൂത്തത് ആൺകൊച്ചല്ലെന്ന് വിചാരിച്ചപ്പോൾ എന്നാ പറ്റി? കണ്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് ഒറ്റയ്ക്ക് അവൾ ശവം കൊണ്ടുവന്നത്. മിടുക്കി, കുമാരൻ പ്രശംസിച്ചു. വണ്ടി പാലത്തിലെത്തി. പാലത്തിലേക്ക് ഈ വണ്ടി കയറുകയില്ല. പുഴയിലൂടെ വെള്ളം പോകാറുണ്ട്. അതിൻ്റെ സൗകര്യാർത്ഥം സ്റ്റെപ്പുകൾ കെട്ടി ഉയർത്തിയാണ് പാലത്തിൻ്റെ സ്രാവ് വാർത്തിരിക്കുന്നത്. ആംബുലൻസിൽ നിന്നും വാസുവാശാരിയുടെ മൃതശരീരം കുറച്ചുപേർ ചേർന്നെടുത്തു. 2 പേർ മുമ്പോട്ട് കയറി ഓടി. മൃതശരീരം കൊണ്ട് പാലത്തിൽ കയറി നീങ്ങിയപ്പോഴേക്കും അക്കരെ വടക്കേടത്തെ വീട്ടിൽ നിന്നും നിലവിളി ഉയർന്നു കഴിഞ്ഞു. നിലവിളിയുടെ ഉറവിടം തേടി അയൽക്കാർ ഓടുന്നതിൻ്റെ തെളിവായി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വെട്ടം നീങ്ങുന്നു. അക്കരയിലും ഇക്കരയിലുമൊക്കെ ഒരുപോലെ. അതെ, വടക്കേടത്ത് വീട്ടുമുറ്റത്ത് മരണപ്പന്തൽ ഉയരുകയാണ്. തുളസിയുടെ ഓർമ്മയിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം. വാസുവാശാരിയുടെ അച്ഛൻ ശങ്കുണ്ണി ആശാരി മരിക്കുമ്പോൾ തുളസി കൈക്കുഞ്ഞായിരുന്നു. എന്നും വാസുവാശാരി ഉറങ്ങിയിരുന്ന കട്ടിലിൽ വെള്ളം വിരിച്ച് ആശാരിയെ കിടത്തി. ഒരു ദിവസം ഉളിയും സഞ്ചിയും തൂക്കിപ്പിടിച്ച് ഈ വീട്ടുമുറ്റത്തു നിന്നും പണിക്ക് പോയതാണ്. 3.5 മാസം കഴിഞ്ഞ് തിരികെ വന്നു. ആ വീടിനെയും വീട്ടിലുള്ളവരെയും അനാഥമാക്കിയിട്ട് ഒന്നും പറയാതെ. പുലരും വരെ ശിവാനന്ദൻ്റെ അച്ഛൻ വേലു ആശാരിക്ക് തങ്കയെടുത്തിയും മാറി മാറി രാമായണം പാരായണം ചെയ്തു. അറിയിക്കാനുള്ളതൊക്കെ ഫോണിലൂടെയും വണ്ടിയിലൂടെയൊക്കെ പുലർച്ചയ്ക്ക് മുൻപ് തന്നെ അറിയിച്ചു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കാൻ ഞാൻ. എന്നെ അങ്ങ് കൊണ്ടുവരുന്നില്ല എൻ്റെ ദൈവമേ. ഭാർഗവി വല്യമ്മച്ചി പദം പറഞ്ഞു കരഞ്ഞു. 80-ലെത്തിക്കഴിഞ്ഞ വല്യമ്മച്ചിക്ക് ഇനി മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. പകരം മകനെ കൊടുക്കുമെങ്കിൽ പോകാൻ തയ്യാറാണ് ആ അമ്മ. പക്ഷേ മരണം ഒരിക്കലും ഒരാൾക്കും പകരാവില്ലല്ലോ. അമ്മാൾ ബോധം കെട്ടുപടിയാണ്. ദീപയും ഷാജിയൊക്കെ ഓരോ ഞെട്ടലിൽ തരിച്ചിരിക്കുകയാണ്. തുളസിയുടെ അവസ്ഥയും അതുതന്നെയാണ്. അച്ഛൻ്റെ ശവശരീരത്തിൽ തൊട്ടുകൊണ്ട് ഒരേ ഇരിപ്പ്. വാസുവാശാരിയുടെ പാദം
ചന്ദനത്തിൽ മുക്കി പാദപൂജയ്ക്കായി പതിപ്പിച്ചെടുക്കാനുള്ള പല ശശിയും ശിവാനന്ദനും കൂടി ഭംഗിയായിട്ട് കൊത്തിയുണ്ടാക്കിയെടുത്തു. അതിലെ മരിച്ച നാളും മരിച്ചയാളുടെ പേരും പൊരുളും കൊത്തി ആലേഖനം ചെയ്തു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പുഴയോരത്ത് മുന്നിരുന്ന മാവ് വെട്ടിക്കീറി പുഴയോരത്ത് തന്നെ ചിതയൊരുക്കി. പുഴയിൽ മുങ്ങിയപടി വന്ന് തട്ടെടുത്ത് നിന്ന് ദർഭപ്പുല്ലിൻ്റെ പവിത്ര ധരിച്ച് ഷാജി പിണ്ടകർത്താവായി. ഒടുവിൽ വാസുവാശാരിയുടെ ശരീരത്തെ തീനാളങ്ങൾ നക്കിത്തുറയ്ക്കുവാൻ തുടങ്ങി. പുഴയിലെ വെള്ളത്തിൽ ആളുന്ന തീനാളങ്ങൾ പ്രതിഫലിച്ചു. എല്ലാവരും പിന്മാറി മുറ്റത്തുകൂടി. തെക്ക് ഭാഗത്ത് ഭിത്തിയോട് ചേർന്ന് മുറ്റത്തു നിന്നും തുളസി നോക്കി. അഗ്നി ആളിപ്പടരുകയാണ്. വിളക്കിലെ തീനാളത്തിലെ വിരൽത്തുമ്പൊന്ന് തൊട്ടാൽ പോലും വേദന കൊണ്ട് മുഖം ചുളിക്കുന്ന അച്ഛൻ ഇതാ മുഴുവനായി കത്തുന്നു. തുളസിക്ക് കരച്ചിൽ വന്നത് ഇപ്പോഴാണ്. ഭിത്തിയിൽ മുഖം ചേർത്ത് വെച്ചവൾ പൊട്ടിക്കരഞ്ഞു. തുളസി! പെട്ടെന്നാണ് കാതരമായ ആ ശബ്ദം കേട്ടത്. അതും തൊട്ടരികിൽ നിന്ന്. ഞെട്ടി. തുളസി ഞെട്ടിത്തിരിച്ചു നോക്കി. അവൾ ആകെ വിളറി. നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിയതുപോലെ. മുമ്പിൽ മോഹനൻ. അച്ഛൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ദിവ്യേച്ചിയോടൊപ്പം വന്നതാവും. തന്നെ ഈ ആറ്റോരത്ത് വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട ആള്. എന്നിട്ടോ ഇത്തിരി പൊന്നിനും പണത്തിനും വേണ്ടി വാക്കുമാറ്റി. മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിർവരമ്പും ഭേദിച്ച് തൻ്റെ ചേട്ടത്തിയെ വിവാഹം ചെയ്തു. എന്നിട്ടെന്തിനിപ്പോൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നു? ഒന്ന് വന്ന് തുളസിയെ കണ്ട് ക്ഷമ ചോദിക്കണമെന്ന് അന്ന് മുതൽ കഴുതുന്നു. കഴിഞ്ഞില്ല. പറയേണ്ട സന്ദർഭം ഇതല്ലെന്ന് അറിയാം. എന്നാലും വന്നപ്പോൾ ഒന്ന് പറയാതെ പോകാൻ കഴിയുന്നില്ല തുളസി. അതാണ് ഞാൻ. മോഹനൻ ശബ്ദം തീരെ താഴ്ത്തിയാണ് സംസാരിച്ചത്. ഒരല്പം കൂടി ദയ എന്നോട് കാട്ടാമായിരുന്നു. തുളസി അങ്ങനെയാണ് പറഞ്ഞത്. മോഹനൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കാതിരിക്കാനെങ്കിലും, അതും ഈ അവസരത്തിൽ തന്നെ. മനസ്സോടെയല്ല തുളസി ഞാൻ പിന്മാറിയത്. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. കുറ്റം ചാരാനൊരമ്മ. തുളസി പരിഹസിക്കുകയാണല്ലേ? അല്ല. പൊന്നിനും പണത്തിനും ആർത്തിയുള്ള ഏത് പുരുഷനും ഇങ്ങനെ പഴി അമ്മയുടെ മേൽ ചാരും. എനിക്ക് പരാതിയൊന്നുമില്ല, വിഷമവുമില്ല. വല്യമ്മച്ചി പറഞ്ഞതാ ശരി. എനിക്ക് വേണ്ടിയുള്ള ആൾ ഇതായിരുന്നില്ല. ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത്. തുളസി മുഖം തുടിച്ചു. പക്ഷെ ചന്ദനമരം തട്ടിക്കളഞ്ഞിട്ട് കാട്ടുതകര വില പറഞ്ഞു വാങ്ങിയ വിഡ്ഢിയാ തുളസി ഞാനിന്ന്. തുളസിയുടെ ശാപം എന്നെ പിന്തുടരുകയാണ്. ഞാൻ ശപിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുകയില്ല. ശപിക്കാനോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിനുള്ള മാനസിക നിലയിലായിരുന്നില്ല ഞാനും. ഓഹോ, അവിടെ നിൽക്കുകയായിരുന്നോ? പെട്ടെന്ന് അവർക്കരികിലേക്ക് ദിവ്യ വന്നു. പുതുമോടിയുടെ വസ്ത്രധാരണം, ആഭരണ പ്രൗഢിയും എടുത്തു കാട്ടിക്കൊണ്ട് തന്നെയാണ് അവൾ വന്നത്. പന്തലിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇവിടെന്നാ നിങ്ങൾക്കിത്ര പറയാനുള്ളത്? പഴയതുവല്ലം ബാലൻസ് ഉണ്ടോ? ദിവ്യ ഈർഷ്യയോടെ രണ്ടുപേരെയും നോക്കി. തുളസി സ്തബ്ധയായിപ്പോയി. മോഹനും വിളറി. ഗൗരവത്തിൽ ദിവ്യയെ തുറച്ചു നോക്കിയിട്ട് അയാൾ ധൃതിയിൽ നടന്നു. ദിവ്യ മൂർച്ചയുള്ള ഒരു നോട്ടം തുളസിയുടെ നേരെ വിട്ടു. എന്നിട്ട് അവൾക്കരികിലേക്ക് നീങ്ങി നിന്ന് അമർന്ന സ്വരത്തിൽ പറഞ്ഞു, തന്തയുടെ ശവം വിറകുമുട്ടിയിലിരിക്കുമ്പോഴാണടി കണ്ടവനായിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നും ശൃംഗരിക്കുന്നത്. അങ്ങനെ തിരിച്ചു വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലടി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ച് കുളിച്ചാൽ മതി. പറഞ്ഞില്ലെന്ന് വേണ്ട. ദിവ്യ ചവിട്ടിക്കുലുക്കി നീങ്ങുമ്പോൾ പിറുവിറുത്തു. നാശം, ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. മുൻവശത്ത് മരണപ്പന്തലിൽ തന്നെ കസേര വലിച്ചിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളിരുന്നു. മറ്റുള്ളവർ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. സഞ്ചയണം, പുലവിടൽ, അങ്ങനെ ചടങ്ങുകളുണ്ട്. നാഥനില്ലാത്ത ഈ വീടിൻ്റെ ഭാവി, അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? ആരുണ്ടതിന്? ദാമു ഏറ്റെടുത്താൽ മതി. അയാൾക്കതിന് കടമയുണ്ട്. അയാൾക്ക് 2 വർഷം മുമ്പ് വയറ്റിൽ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഓടി നടന്ന എല്ലാ ചെലവുകളും വഹിച്ചത് ഇപ്പോൾ ചിതയിൽ കത്തുന്ന അനിയനാണ്. എല്ലാവർക്കും അറിയാം. സരസുണ്ട്, വത്സലയുണ്ട്, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. അമ്മാളുവിൻ്റെ സഹോദരന്മാരായ വാസവനും രാധാകൃഷ്ണനും ഉണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒന്ന് ഉളി കുത്തിയില്ലെങ്കിൽ നാളെ പട്ടിണിയാണ് വീട്ടിൽ. അങ്ങനെയാണ് ജീവിത രീതി. അല്ല, ചെറുതായിട്ടെങ്കിലും ഒരു ചടങ്ങ് നടത്തിയിട്ട് പുലവിടണ്ടേ? പിന്നെ ഇതുങ്ങൾക്ക് മുമ്പോട്ടും കഴിയണമല്ലോ. അല്പം പണവും സ്വർണമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ 1.5 മാസം കൊണ്ട് തീർന്നത് നമുക്കൊക്കെ അറിയാം. വാസുവേട്ടനെ കൊണ്ട് ഉപകാരം കിട്ടാത്ത ഒരാളും ഇല്ല. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളത്, ശിവാനന്ദൻ പറഞ്ഞു. അകന്ന ഒരു ബന്ധമേ ഉള്ളൂ ശിവാനന്ദന്. എങ്കിലും ഒരുമിച്ച് നടന്നിരുന്നപ്പോഴുള്ള സ്നേഹത്തെയും കടപ്പാടും അയാൾക്ക് മറക്കാനാവില്ല. അത്ര പെട്ടെന്ന് വാസുവാശാരി ഹോസ്പിറ്റലിൽ നിന്നും
ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ. ആശാരിയുടെ മരണത്തോടെ ആ വീടിൻ്റെ ശോചനീയാവസ്ഥ മറ്റാരേക്കാളും കൂടുതൽ അറിയാവുന്നത് അയാൾക്ക് തന്നെയായിരുന്നു. അയാളുടെ ഭാര്യ മോഹിനിയുണ്ട് അമ്മാളുവിൻ്റെ അടുത്ത് ആശ്വസിപ്പിക്കുന്നതിനായിട്ട്. നമ്മളെല്ലാവരും സഹകരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ ഇത്, ശിവാനന്ദൻ വീണ്ടും പറഞ്ഞു. തെക്കേപ്പുറത്ത് താമസിക്കുന്ന പത്മനാഭൻ നായരും ആലോചന കേട്ടുകൊണ്ട് അടുത്തു വന്നിരുന്നു. അയൽക്കാരൻ്റെ സ്വാതന്ത്ര്യത്തോടെ അയാൾ പറഞ്ഞു, ശരിയാ, ഈ വീട്ടിലെ ഗൃഹനാഥനല്ലേ മരിച്ചത്. അടുത്ത ബന്ധുക്കളൊക്കെ കൂടി ഒരു ചെറിയ പിരിവെടുത്താലേ പുലവീട്ടിലും കർമ്മങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടത്താലോ. ഒരാൾ തനിക്ക് സപ്പോർട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ശിവാനന്ദന് ഉത്സാഹമായി. എത്രയാ വീതെന്ന് വെച്ചാൽ ഞാനതുണ്ടാക്കിത്തരാം, പ്രകാശൻ പറഞ്ഞു. മിണ്ടാതിരിക്കടാ, സരസു പ്രകാശനെ നോക്കി പതുക്കെ ശാസിച്ചു. ദാമു എന്താ ഒന്നും മിണ്ടാത്തത്? പത്മനാഭൻ നായർ ദാമുവിനെ നോക്കി. അത് ശരിയാ, ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ആ, എല്ലാവരും തയ്യാറാണെങ്കിൽ ഞാനും എൻ്റെ വീതം തരാം, ദാമു തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ അരസയായിട്ട് പറഞ്ഞു. ഇതെന്നാ ദാമുവേട്ടാ ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറുന്നത്? ചുമതലയായിട്ട് നിന്ന് എല്ലാം ചെയ്യേണ്ടത് ചേട്ടനല്ലേ? ശിവാനന്ദൻ തെല്ല് നീരസത്തോടെ ചോദിച്ചു. ചുമതലക്കാരനായിട്ടിപ്പോൾ നീയുണ്ടല്ലോ, അത്ത പുള്ളിയായിട്ട് പിന്നെ ഞാനെന്തിനാ? നീ തന്നെ അങ്ങ് നടത്ത്, ദാമുവിന് ഈഷയായി. ഇതായിപ്പോൾ കേമായത്. എനിക്കെന്നാ കാര്യം? എൻ്റെ അനിയനാണോ ചത്തത്? ശിവാനന്ദൻ ക്രൂധനായി. എൻ്റെ അനിയനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. ദാമുവും ക്രൂധനായി. ഇവിടുത്തെ പെണ്ണിന് പറഞ്ഞ ചെക്കനെ മറുവഴിയിട്ട് പിടിച്ചെടുത്തിട്ട് സ്വന്തം മകൾക്ക് കൊടുത്ത വിദ്വാനല്ലേ താൻ? തന്നോടൊക്കെ എന്ത് പറയാനാ? ശിവാനന്ദൻ ചൊടിച്ചു. പോക്കിത്തരം പറയുന്നോടാ ചെറ്റെ. ദാമു എണീറ്റതും കൈനിവർത്തി ഒറ്റയാടി. ശിവാനന്ദൻ ദാമുവിനെ പിടികൂടി. അധ്യായം 7. അയ്യോ എൻ്റെ ദൈവമേ! മോഹിനി നിലവിളിയോടെ മുറ്റത്തേക്ക് ഓടി വന്നു. പ്രകാശനോടൊപ്പം നിൽക്കുകയായിരുന്ന രാജൻ പെട്ടെന്ന് മുന്നോട്ട് ചാടി. എന്താടാ താൻ ചെയ്തത്? എൻ്റെ അച്ഛനെ താൻ തല്ലും അല്ലേടാ? കൈ ഓങ്ങിക്കൊണ്ട് രാജൻ ദാമുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു. ചിലർ ശിവാനന്ദനെ പിടിച്ചു മാറ്റി, മറ്റു ചിലർ രാജനെ കടന്നു പിടിച്ചു. വിവാഹത്തിൻ്റെ പൊതിമോടി മാറാത്ത വിധം പുത്തൻ സാരിയും ദേഹം നിറയെ ആഭരണങ്ങളുമായിട്ട് കൊച്ചച്ഛൻ്റെ ശവസംസ്കാരത്തിനെത്തി തെല്ലപ്പുറത്ത് നീങ്ങി നിന്നിരുന്ന ദിവ്യയും അയാൾക്കരികിൽ നിന്നിരുന്ന മോഹനും ആകെ വിളറിപ്പോയിരുന്നു. തലയൊളിച്ചാൽ മതിയെന്ന മട്ടിൽ നാണക്കേടും. അച്ഛൻ്റെ ചിതയിലേക്ക് നോക്കി കണ്ണീരോടെ നിന്നിരുന്ന തുളസി അവരെ കടന്നാണ് മുറ്റത്തേക്ക് ഓടിയെത്തിയത്. പൊട്ടിക്കരഞ്ഞുപോയി അവള്. എന്താണ് ഇവിടെ വല്ലിച്ച? എന്താ ശിവാനന്ദൻ ചേട്ടാ? ആ ചിതയിൽ കത്തുന്ന എൻ്റെ അച്ഛനാണ്. ആ ചിതയൊന്ന് കത്തി തീർന്നോട്ടെ. അതിനു മുമ്പ് ഈ വീട്ടിനുള്ളിലേക്ക് തീ കോരിയിടലേ. അപേക്ഷയാണ്. തുളസി കൈകൾ കൂപ്പിപ്പിടിച്ച് സ്വയം നിന്ദ തോന്നി മോഹന് അത് കണ്ടപ്പോൾ. മനുഷ്യത്വമല്ല താൻ തുളസിയോടും ഈ വീടിനോടും ചെയ്തത്. കാടത്വമാണ്, ക്രൂരതയാണ്, അറിയാം. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. പണവും സ്വർണവും കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അമ്മ കാലുമാറി. ഒരു പെണ്ണ് വീട്ടിൽ വന്ന ഭർത്താവിനേക്കാൾ ഉപരി തൃപ്തിപ്പെടേണ്ടതും തൃപ്തിപ്പെടുത്തേണ്ടതും ഭർത്താവിൻ്റെ അമ്മയാണ്. മോഹന് നല്ലവണ്ണം അതറിയാം. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത തൻ്റെ വിവാഹം നടന്നാലേ വരുന്ന പെണ്ണ് അനുഭവിക്കേണ്ടി വരും. നരകയാതനയാണത്. അതിലും ഭേദം ആ പെണ്ണ് വീട്ടിൽ നിൽക്കുന്നത് തന്നെയല്ലേ? അങ്ങനെ താൻ ചിന്തിച്ചുപോയി. മനസ്സിലാ മനസ്സോടെ അമ്മയ്ക്ക് മുമ്പിൽ സമ്മതം മൂടി. മറ്റൊരുവളെ താലി കെട്ടി. പക്ഷെ പലരും തന്നെ കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു, നിന്ദ്യനാകുന്നു സ്വയം. ഇവിടെ ഇതാ മരണ വീട്ടിൽ അടിയുണ്ടാക്കിയിരിക്കുന്നു. ആണത്തമില്ലാത്ത തൻ്റെ തീരുമാനം കാരണം. മോഹനം പിൻവലിഞ്ഞു ആ രംഗത്തുനിന്ന്. അത് കണ്ട ദിവ്യയും. മരണപ്പന്തലിനുള്ളിൽ വെച്ച് തന്നെ നടന്ന ആ അടിയും പിടിവലിയും ഇരുപക്ഷത്തു നിന്നുകൊണ്ടും ചിലർ പറഞ്ഞൊതുക്കാൻ ശ്രമിച്ചു. ചിത കത്തുന്നേ ഉള്ളൂ. ഈ സമയത്ത് എന്തിനാ വെറുതെ ഈ ബഹളം? പത്മനാഭൻ നായർ വീണ്ടും ഇടപെട്ടു. വാസുവിൻ്റെ ശരീരം കത്തിത്തീരും മുമ്പ് തന്നെ വേണോ ഇത്? ശിവാനന്ദ, നീയങ്ങ് അടങ്ങ്. ഓ, തിരിച്ചു തല്ലാൻ അറിയാൻ മേലാണ്ടല്ല. ശിവാനന്ദൻ ദാമുവിൻ്റെ നേരെ നോക്കി ചീറി. ഞാനത് ചെയ്യുകയും ചെയ്യും, പക്ഷെ ഇപ്പം ചെയ്യുന്നില്ല. തന്നെ ഓർത്തിട്ടല്ല, ചത്ത് ചിതയിലൊരുന്ന ആ മനുഷ്യനെ ഓർത്തിട്ടാ. ആ നല്ല മനുഷ്യനെ ഓർത്തിട്ട്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തുളസിയെ ചൂണ്ടി ശിവാനന്ദൻ പറഞ്ഞു. താൻ മകൾക്ക് ചെറുക്കനുണ്ടാക്കിയില്ലേ? ഈ കൊച്ചിൻ്റെ ജീവിതവും ഭാവിയും തുളച്ചിട്ടാ. അതിൻ്റെ കണ്ണീര് ഫലിക്കും, അതുറപ്പാ. നോക്കിക്കോ. ശിവാനന്ദ അസഹ്യതയോടെ ലീലാമണി ഏറ്റുപിടിച്ചു. വീറോടെ വാദിച്ചു. ഒരുത്തിയുടെയും കണ്ണൂരും ശാപവും ഞങ്ങൾ കേൾക്കുകയില്ല. ആരുടെയും വീട്ടിൽ പോയി കാല് പിടിച്ച് നടത്തിയ കല്യാണമല്ലത്. ആലോചിച്ചു വന്നു. കയ്യിൽ പൊന്നും പണവും ഉണ്ടായിരുന്നത് കൊണ്ടങ്ങ് നടത്തി. മൂച്ചും വീറിയും പറയുന്നുണ്ടല്ലോ താൻ. കെട്ടുപ്രായം കഴിഞ്ഞ് 2 പെൺമക്കൾ വീട്ടിലുണ്ടല്ലോ. ആദ്യം അവരുടെ അങ്ങ് നടത്ത്, എന്നിട്ട് ഇവിടെ വന്ന് കാര്യം അന്വേഷിച്ചാൽ മതി. അല്ല പിന്നെ. ശിവാനന്ദനെ നാവടങ്ങി.
ഒരു നിമിഷം പന്തലിൽ നിശബ്ദത കളിയാടി. എന്നാലിനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പുലകുളിയും സഞ്ചയനമൊക്കെ എന്നാ? വാസപ്പൻ്റെ ശബ്ദമുയർത്തി. എന്തോന്ന് സഞ്ചയനം, എന്തോന്ന് പുലകുളി? ലീലാമണി വീണ്ടും ചിരി. അപ്പൻ ചത്ത് കിടന്നപ്പോൾ ആംബുലൻസ് പിടിച്ച് ശവം ഇവിടെ തന്നെ കൊണ്ടുവന്ന വീരത്തിയല്ലേ നിൽക്കുന്നത്? ലീലാമണി പുച്ഛത്തോടെ തുളസിയെ നോക്കി. അഹങ്കാരം അധിക പ്രസംഗമല്ലേ കാണിച്ചത്? അവളുടെ ചെറുക്കനെ ഞങ്ങൾ തട്ടിയെടുത്തെന്നും പറഞ്ഞ് വാശിക്കല്ലേ അവൾ കൂടപ്പുറപ്പുകളെ പോലും അറിയിക്കാണ്ട് തന്നെ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നത്? അഹമ്മദ്, അല്ല അതിനിപ്പോൾ എന്താ? ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ശവം ഇവിടെ വന്നില്ലേ? പിന്നെന്താ? വാസവൻ പറഞ്ഞു നിർത്തു. ആണോ? ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ശവം ഇവിടെ വന്നോ? അതറിഞ്ഞാൽ മതി. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് ബാക്കി കാര്യം നോക്കാൻ അവൾക്കറിയാം. അവിടെ കാശ് കാണും. ഇല്ലേലും അവൾ ഉണ്ടാക്കിക്കൊണ്ടോളൂ. തുളസി സ്തംഭിച്ചു നിന്നുപോയി. ആരെയും അറിയിക്കാതെ താൻ ഒറ്റയ്ക്ക് അച്ഛൻ്റെ ശരീരം കൊണ്ടുവന്നത് ഇത്രയ്ക്കും വലിയ ഒരു തെറ്റായിരുന്നു എൻ്റെ ഈശ്വര. പകപ്പോടെ തുളസി എല്ലാവരെയും നോക്കി. അതുകൊണ്ട് അവളും പിന്നെ ഇവിടെ മറ്റു വേണ്ടപ്പെട്ടവരൊക്കെ കൂടി തന്നെ കാര്യങ്ങളങ്ങ് നടത്തട്ടെ. ലീലാമണി ഈർഷ്യയിൽ തന്നെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മുറ്റത്തിനപ്പുറത്തേക്ക് കടന്നു. എന്നിട്ട് അവർ തിരിഞ്ഞു നിന്ന് ദാമുവിനെ നോക്കി. നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യനെ? അതോ പുലകുളിയും അടിയന്തരവും ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ? ദാമു പെട്ടെന്ന് തന്നെ ലീലാമണിക്കരികിലേക്ക് നടന്നു. അവരെ മകളെയും കൂട്ടി പടിയിറങ്ങി. സരസുവും വത്സലയും ഈർഷ്യയോടെ തുളസിയെ നോക്കി. പെണ്ണായ പെണ്ണിനെ പോലെ ജീവിക്കണം. തണ്ടും അഹമ്മദയും കാട്ടിയിട്ടിപ്പോൾ കണ്ടോ? കൊച്ചേട്ടൻ ചത്തപ്പോൾ ഞങ്ങളെയൊക്കെ അറിയിക്കാണ്ട് നീ ഒറ്റയ്ക്ക് കൊണ്ടുവന്നത് എന്തിനാ? കണ്ടോ ദാമോട്ടൻ പിണങ്ങിപ്പോയത്? ചേച്ചിയും പോയി. അല്ലെങ്കിലും ഉള്ളത് തന്നെയാ. ആശാരിയുടെ വീട്ടിലൊരു കാര്യം നടന്നാൽ ഒടുവിലൊരു വഴക്ക്. സരസ് കുറ്റപ്പെടുത്തി. ഓ, അതിനിപ്പോൾ എന്താ ഇത്ര എടുത്തു പറയാനുള്ളത്? ഇതല്ലേലും മറ്റൊരു കാര്യം പറഞ്ഞ് നിന്റെ വല്യാങ്ങള പിണങ്ങിപ്പോവും. 10 രൂപ ചെലവ് കാര്യം പറഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് വരുന്ന ഏത് കാര്യത്തിനാ നിന്റെ വല്യാങ്ങളെയും നാത്തോനും പിണങ്ങിപ്പിരിയും. അത് പതിവാ, ചന്ദ്രൻ പറഞ്ഞു. അത് ശരിയാ, ഗോപിയും പിന്താങ്ങി. കാര്യം നടന്നു കഴിയുമ്പോൾ പതുക്കെ ലോഹയും കൂടി വരികയും ചെയ്യും. അപ്പോൾ കയ്യിൽ നിന്ന് പൈസ ചിലവാകുകയല്ലോ. അവള് ശവം കൊണ്ടുവന്നെങ്കിൽ അതവിടെ അപ്പൻ്റെ ശവ. അതിനിപ്പോൾ ആർക്കാ ഇത്ര വലിയ വാശിയും പിണക്കവും? ഇങ്ങനെ അയാളെ അറിയിച്ച അയാളങ്ങ് ഓടിച്ചെല്ലുമായിരുന്നു. വീണ്ടും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക, ദാസപ്പൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നത് സഞ്ജയനും പുലക്കളിയാണ്. അതിൻ്റെ പണപ്പരുവിനെക്കുറിച്ചാണ്. ഒരുത്തനും പണം പിരിക്കണ്ട, ഒരുത്തനും നെഞ്ചുരുകയും വേണ്ട. ആ ശബ്ദം ഭാർഗവി വെല്ലുമിച്ചിടിതായിരുന്നു. ദേണ്ടേ, എൻ്റെ വാസുവിൻ്റെ കർമ്മം ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ടാ കാശ്. തടി കൊണ്ടുണ്ടാക്കിയ ഒരു 4 വശം ആണിയടിച്ച് ഉറപ്പിച്ച ഒരു വലിയ നിക്ഷേപപ്പെട്ടി പന്തലിലിരിക്കുന്നവർക്ക് നടുവിലേക്ക് വെച്ച് ഭാർഗവി വെല്ലുമിച്ചി കണ്ണീരോടെ പറഞ്ഞു. പണി കഴിഞ്ഞ് വരുന്ന ദിവസത്തേക്ക് വാസു എൻ്റെ കയ്യിൽ 2ഉം 4ഉം രൂപയിലൊക്കെ ഇട്ട് തരും. അമ്മ വല്ലതും മേടിച്ചോന്നും പറഞ്ഞു. ഞാനത് ഈ പെട്ടിയിലിട്ട് വയ്ക്കും. എന്തിനാ? എൻ്റെ പുലകുളി അടിയന്തരവും ആരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നടത്താമെന്ന് ഞാൻ കരുതി. പക്ഷെങ്കിൽ എനിക്ക് മുമ്പേ പോയില്ലേ അവൻ. ഞാനിരിക്കുമ്പോൾ അവൻ്റെ പുലകുളി നടത്താൻ വേണ്ടി ആരോടും തെണ്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഭാർഗവി വല്യമ്മച്ചി ഉറക്കെ കരഞ്ഞു. മൂക്കു പിഴിഞ്ഞു. തുളസി കണ്ടു ആ പെട്ടി. നിധി പോലെ വല്യമ്മച്ചി സൂക്ഷിച്ചത്. അച്ഛനെന്നല്ല, വല്യമ്മച്ചിക്ക് ആര് പൈസ കൊടുത്താലും അത് ആ പെട്ടിക്കുള്ളിലെ മടക്കി ചുരുട്ടിയിടുമായിരുന്നു. ആ പെട്ടി ആരും കൈകൊണ്ട് പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തിട്ടില്ല. ഞാൻ ചത്തു കഴിയുമ്പോൾ കുടുക്ക പൊട്ടിച്ചോ എന്നെപ്പോഴും പറയുമായിരുന്നു. പൊട്ടിക്കടാ കുടുക്ക, വല്യമ്മച്ചി ഉറക്കെ പറഞ്ഞു. മുഖത്തോടെ മുഖം നോക്കിയതേ ഉള്ളൂ എല്ലാവരും. ശിവാനന്ദ, പൊട്ടിക്കടാത്, വല്യമ്മച്ചി ശിവാനന്ദനെ നോക്കി. ശിവാനന്ദൻ പണിപ്പുരയിലേക്ക് കയറി. ഇന്നലെ തുളസി എടുത്തിട്ട് സഞ്ചിയിലാക്കി ഭദ്രമാക്കി വെച്ചിരുന്ന ആ ചെറിയ ഇടത്തുള്ളി എടുത്തുകൊണ്ടുവന്ന് ആണിയടിച്ചിരുന്ന പലകൾക്കിടയിലൂടെ ഉളിയുടെ മുന താഴ്ത്തി ചെറുതായി തിക്കി. ആണികൾ ഇറങ്ങി തുറന്നു. അതിൽ നിറയെ ചുരുട്ടിയ നോട്ടുകളായിരുന്നു. ശിവാനന്ദൻ ആ നോട്ടുകൾ ഇരിക്കുന്നവർക്കിടയിലേക്ക് കുടഞ്ഞിട്ടു. നോട്ടുകൾ ചുരുളു നിവർത്തി. ശിവാനന്ദൻ തന്നെ എണ്ണാൻ തുടങ്ങി. എല്ലാവരും സഹായിച്ചു. വർഷങ്ങൾ കൊണ്ടുള്ള സമ്പാദ്യമാണത്. മുഷിഞ്ഞതും പഴകിയതുമായ നോട്ടുകൾ. 1ൻ്റെയും 2ൻ്റെയും 5 രൂപ 10ൻ്റെയൊക്കെ എല്ലാം ഉണ്ട്. 50ൻ്റെ വരെ. എല്ലാം കൂടി 3000-ഓളം രൂപ. വാസുവിൻ്റെ സഞ്ചയനം 15ഉം 16ഉം ഒക്കെ നടത്താൻ ഇത് മതിയല്ലോടാ, വല്യമ്മച്ചി ചോദിച്ചു. മതി വല്യമ്മച്ചി, ചെറുതായി നടത്തിയാൽ മതി. അത് മതി, ഇതെടുത്തോ, നടത്തിക്കോ. ഒരുത്തൻ്റെ പിരിവും തണ്ടലും ഇക്കാര്യത്തിൽ വേണ്ട, വല്യമ്മച്ചി ദൃഢമായിട്ട് പറഞ്ഞു. ഒരു കാര്യം കൂടിയുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ ചത്തു കഴിയുമ്പോൾ തെക്ക് വശത്ത് ഒരു കുഴി വെട്ടിയങ്ങ് മൂടിയേക്കുക, അല്ലെങ്കിൽ പുഴയിലോട്ട് എടുത്തിട്ടേര്, ഒഴുകിപ്പോയിക്കോളും. തെണ്ടാനോ പിരിക്കാനോ പുലക്കുളി നടത്താനോ ഒന്നിനും ആരും ഒതുങ്ങുകയും വേണ്ട. ഇപ്പോൾ നടക്കുന്നത് എൻ്റേതൂടാണെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. എൻ്റെ വാസു പോയതോടെ എല്ലാം പോയല്ലോ എൻ്റെ ദൈവമേ. വല്യമ്മച്ചി കരഞ്ഞു.
തുളസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറി. അവിടെ വിങ്ങി പൊട്ടിക്കരയുന്ന അമ്മാടവും ദീപയും ഷാജിയും അവർക്കരികിലുണ്ടായിരുന്നു. അവളും ഇരുന്നു. ആ കരച്ചിലിന് സങ്കടവും കണ്ണീരും ഒന്നായി. സഞ്ജയന് അടിയന്തരം നടത്താൻ ശിവാനന്ദനോടൊപ്പം തന്നെ പ്രകാശനും ഉത്സാഹിച്ചു. ഇരുവരും നടത്താനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത്യാവശ്യം ചെയ്യേണ്ടവയെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. രംഗം ശ്രദ്ധിച്ചു നിന്നിരുന്ന വത്സല സരസുവിനെ തോണ്ടി. ഇരുവരും ആറ്റുതീരത്തേക്ക് വന്നു. വാസു ആശാരിയുടെ ചിതമിലെ അമരാൻ തുടങ്ങുന്നു. എന്നതാ സരസ്വച്ചി പ്രകാശിൻ്റെ പ്ലാന്? വത്സല വെച്ചു. എന്തുവാടി, എല്ലാ ചുമതലയും പ്രകാശം അങ്ങ് ഏൽക്കുവാണല്ലോ. എന്താ അവൻ്റെ മനസ്സിലിരിപ്പ് എന്ന് വെച്ചാൽ സരസു ഒന്ന് പരങ്ങി. എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തം. ഈ കുടുംബം അവൻ്റെ തലയിലേക്കുമെന്ന്. അവൻ്റെ തലയിലോ? ആ, ഈ ചേച്ചിക്കൊന്നും മനസ്സിലായില്ലേ? ഇവിടെ പെമ്പിള്ളേർ രണ്ടാണ് വളർന്നു നിൽക്കുന്നത്. രണ്ടിനെ അവന് കെട്ടാൻ മുറയുണ്ട്. വത്സല വിശദീകരിച്ചു. കാര്യം തുളസിക്ക് അവനേക്കാൾ ഒരു വയസ്സ് മൂപ്പ് കൂടുതലുണ്ടും. എന്നാലും കണ്ടാ അങ്ങനെ പറയത്തില്ല. മനസ്സ് തെറ്റാൻ എന്നാ നേരം വേണം? കുടുംബം അവൻ്റെ തലയിലായോ? എന്തെങ്കിലും ഉദ്ദേശമില്ലാണ്ട് അവനിങ്ങനെ എല്ലാം ഏറ്റമട്ടിൽ നിൽക്കുമോ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ സരസ്വതി ഞെട്ടത്തേ ഉള്ളൂ. സരസുവിൻ്റെ കണ്ണുകളിൽ ഭീതിയായി. ചന്ദ്രൻ ജോലി കഴിഞ്ഞാൽ ഷാപ്പും പൊടി കഴിഞ്ഞ് വീട്ടിലെത്തുകയില്ല. പ്രകാശം പ്രായമായതിൽ പിന്നെയാണ് ഒരു തരത്തിൽ വീട് പുലരുന്നത്. അതില്ലാതായാലോ? അത് പറ്റില്ല. സന്ധ്യയായപ്പോൾ ചന്ദ്രനും സരസുവും പോകാനിറങ്ങി. സരസു വിളിച്ചു. പ്രകാശ, എന്താമ്മേ? വാ പോകാം. പോകാനോ? ഇന്നോ? പ്രകാശൻ അന്തം വിട്ടു നിന്നു. ഇന്ന് തന്നെ പോകണം. പോയിട്ട് കാര്യമുണ്ട്, സരസു പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. പ്രകാശൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അത് വേണ്ട, നീ പെട്ടെന്ന് ഒരുങ്ങുക. സരസു ഷാഠ്യം പിടിച്ചു. സരസുവിൻ്റെ സ്വഭാവം പ്രകാശന് അറിയാം. നാളെ വരാമെന്ന് തുളസിയോട് പറഞ്ഞ് പ്രകാശൻ ഇറങ്ങി. പ്രകാശനെ തുളസിയോ ദീപയോ വലയിലാക്കരുത്. പ്രകാശൻ തച്ചുകാശ് തൻ്റെ കയ്യിലെത്തുകയും വേണം. സരസുവിൻ്റെ ലക്ഷ്യം ഇതാണ്. സന്ധ്യ കഴിഞ്ഞതോടെ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. വല്യമ്മച്ചി ആളുകളും മക്കളും മാത്രം ശേഷിച്ചു. വല്യമ്മച്ചി അലിവോടെ മരുമകളെ നോക്കി. 25 വർഷം മുമ്പ് വിധവയായതാണ് വല്യമ്മച്ചി. ആ സങ്കടം അവർക്കറിയാം. അന്ന് പക്ഷേ അവരുടെ മക്കൾ കാര്യപ്രാപ്തിയിലായിരുന്നു. ദാമുവും വാസുവും ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. വീട്ടിലെ കാശെത്തിച്ചു തുടങ്ങിയിരുന്നു. ചെറുപ്പം മുതലേ ദാമു താൻ കാര്യക്കാരനാണ്. വാസു അങ്ങനെയായിരുന്നില്ല. വാസു പെൺമക്കളുടെ കാര്യം നോക്കുമെന്ന് വല്യമ്മച്ചിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വാസു കാര്യങ്ങൾ നോക്കുകയും ചെയ്തു. പക്ഷെ അമ്മാളുവിനോ? മൂത്തത് 2 പെൺമക്കൾ, ഒരാൺകുട്ടിക്കുള്ളതോ പറക്കമുറ്റാത്തതും. ഓർത്ത അമ്മാളോ സഹിക്കുന്നത് എങ്ങനെയാ? വല്യമ്മച്ചിയുടെ സമ്പാദ്യം കൊണ്ട് സഞ്ചയനവും പുലകുളിയൊക്കെ ഒരു വിധത്തിൽ നടന്നു. ബന്ധുക്കളിൽ അത്യാവശ്യക്കാരൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. ദാമുവും വത്സലയും സരസുവും കുടുംബസമേതം എത്തിയിരുന്നു. കർമ്മം കഴിഞ്ഞപാടെ പോകുകയും ചെയ്തു. പോകുന്നതിന് മുമ്പ് പ്രകാശൻ ശിവാനന്ദനോട് പറഞ്ഞു. ചേട്ടാ, തുളസിയുടെ കല്യാണം നടക്കണം. ഏതു വിധേനയും അതൊരു അത്യാവശ്യമാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതിന് പണം വേണ്ടടാ. അമ്മാവൻ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയും പാസ്സാക്കി എടുക്കുമെന്ന്. ദത്ത് നിൽക്കാൻ തയ്യാറുള്ള ഒരുത്തനായാൽ കടാക്ക പോയിടും ചേട്ടാ. നീ പറഞ്ഞത് ഒരു നല്ല വഴിയാടോ. ശിവാനന്ദന് സന്തോഷം തോന്നി. വിശ്വകർമ്മ കരയോഗത്തിലേക്ക് ശിവാനന്ദൻ കടന്നു ചെന്നു. മാസത്തിൽ ഒരു ഞായറാഴ്ച കുടുംബക്കാർ കൂടിച്ചേർന്ന് നടത്തുന്ന യോഗമാണിത്. സമുദായത്തിൻ്റെ നന്മയ്ക്കും ഉന്മനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. വാസു ആശാരി യോഗത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഒക്കെയായി ഭാരവാഹിത്യം വഹിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പ്രാർത്ഥനയും സ്വാഗതവും ഒക്കെ കഴിഞ്ഞ് ചർച്ചാ വിഷയങ്ങളിലേക്ക് കടന്നപ്പോൾ ശിവാനന്ദൻ വാസു ആശാരിയുടെ മരണവും തുളസിയുടെ മുടങ്ങിയ വിവാഹവും അത് വീണ്ടും നടത്തുന്ന കാര്യമൊക്കെ വളരെ താല്പര്യത്തോടെ പറഞ്ഞു. ഗൃഹനാഥൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമുക്ക് കരയോഗത്തിൽ നടത്തി കൊടുക്കണം. അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. ശിവാനന്ദന് പുണ്യം കിട്ടുമായിരിക്കും. നീ വാസുചേട്ടനെ കൂട്ടുപണിക്കാരനല്ലായിരുന്നു? ഇത് ഒരു യോഗാംഗം പറഞ്ഞു. ഇത് പുണ്യത്തിനോ പാവത്തിനോ വേണ്ടിയിട്ടല്ല. ഒരു പെൺകുട്ടിയുടെ ഭാവി പ്രശ്നമാണ്. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ശിവാനന്ദൻ പറഞ്ഞു. ഇതിലിപ്പോൾ നമ്മളെന്താ ചെയ്യാനാ? നമ്മളൊക്കെ എന്നാ പണിക്കാരാണോ? ഒരു പെണ്ണിൻ്റെ കല്യാണം സൗജന്യമായിട്ട് നടത്തി കൊടുക്കാൻ? സെക്രട്ടറി രാഘവൻ ആശാരി പറഞ്ഞു. യോഗത്തിലാണെങ്കിൽ ഫണ്ട് കമ്മി, പിന്നെന്ത് ചെയ്യും? പിന്നെന്താ കാര്യം? ശിവാനന്ദന് ദേഷ്യം വന്നു. ഈ കൈമലർത്തലാണ് എനിക്ക് എല്ലാ കാര്യത്തിലും. ചുമ്മാതല്ല ഈ സമുദായത്തിൻ്റെ ഗതി കീഴോട്ട് പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ഉപകാരം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വർഗശക്തി ഇല്ലാത്തതും. വർഗശക്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പുണ്യം? കാശിന് വേണ്ടിയിട്ട് കാശിന് വേണ്ട നമ്മളെ. അതിലെവിടെ പോട്ടെ. അംഗങ്ങൾ ഈർഷ്യയായി, മുറുമുറുപ്പായി. വാസുവേട്ടൻ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, അന്ന് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കിയാൽ മതി. ആ, അതൊക്കെ പൊല്ലാപ്പാ.
ലോണ് പിന്നെ ഇടപെടുന്നവൻ്റെ തലയിലിരിക്കും. ഓരോരുത്തരും മുടക്കം പറഞ്ഞു. ശിവാനന്ദനും മടുപ്പായി. പ്രകാശം വന്നപ്പോൾ വിവരം പറഞ്ഞു. അല്ലെങ്കിൽ ഈ സമുദായ സംഘടനയൊന്നും ആരെയും ഊട്ടിയിട്ടില്ല ചേട്ടാ, നമുക്ക് വേറെ വല്ല വഴിയും നോക്കാം, പ്രകാശം പറഞ്ഞു. ആദ്യം ദത്തു നിൽക്കാൻ സമ്മതമുള്ള ഒരു ചെറുക്കനെയാണ് വേണ്ടത്. എന്നാൽ പിന്നെ നിനക്കങ്ങ് നിൽക്കാൻ മേലടാ, ഒരു വയസ്സിൻ്റെ മൂപ്പ് സാരമില്ലെന്ന് വെച്ചാൽ പോരെ. ശിവാനന്ദൻ പ്രകാശനെ നോക്കി. കാര്യമായി തന്നെ. അത് പിന്നെ എനിക്കിഷ്ടം ദീപയാണ്. അതാ ദത്തു നിൽക്കാൻ പിന്നെ അമ്മ സമ്മതിക്കുകയില്ല. അമ്പട വീര, അപ്പോൾ തടസ്സം നിൽക്കുകയാണല്ലേ. ശിവാനന്ദൻ ചിരിച്ചു. ഇരുവരുടെയും അന്വേഷണത്തിൽ ഒരു പയ്യനെ കിട്ടി. രഘു. കുടുംബത്തിൽ മൂത്തവനാണ്. ഇളയവനാണ് വീട്. രഘു കെട്ടി മാറിയിട്ട് വേണം ഇളയ പയ്യന് വിവാഹം കഴിക്കാൻ. ശശിയുടെ അമ്മായിയച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ളതാണ് രഘുവിൻ്റെ കുടുംബം. ശിവാനന്ദനും പ്രകാശനും അമ്മാളുവിനെയും തുളസിയെയും കുടുംബത്തിലെ ശോചനീയാവസ്ഥയും മറ്റും പറഞ്ഞു മനസ്സിലാക്കി സമ്മതിപ്പിച്ചു. രഘു വന്ന് തുളസിയെ കണ്ടു. ഇഷ്ടപ്പെട്ടു. വാക്കു പറഞ്ഞു. 10 പവൻ്റെ സ്വർണത്തിന് 15,000 രൂപയ്ക്കും വിവാഹം തീരുമാനിക്കപ്പെട്ടു. തുളസിയുടെ പുതുനാമ്പുകൾ വീണ്ടും പ്രതീക്ഷയായി. വാസു ആശാരിയുടെ 41 നാൾ കഴിഞ്ഞ കല്യാണം. പണം അത്രയ്ക്കൊക്കെ ഉണ്ടാവുമോ പ്രകാശ? ലോൺ കിട്ടിയൊക്കെ നടക്കും ചേട്ടാ, പ്രകാശം പറഞ്ഞു. ശിവാനന്ദനെ സമാധാനിപ്പിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് ബിൽസ് ഓഡിയോ ടൈം.